അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ ഒരു ദൃശ്യം ഒന്ന് നോക്ക്. യാ അല്ലാഹ്, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. ഫാത്തിമ റാൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അക്ഷയ് സെൻറ്ററിലേക്ക് വന്നതാണ്. എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നു. അങ്ങനെ ആവശ്യത്തിന് വേണ്ടി വന്നു. എല്ലാവരും കൺമുമ്പിൽ വെച്ച്, യാ അല്ലാഹ്, ഇതൊക്കെ വലിയ പാഠമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. മനുഷ്യന് ഇത്രയേ ഉള്ളൂ. ചെറിയ പ്രായമാണ്, 19 വർഷം മാത്രം പ്രായമുള്ള പൊന്നുമോൾ. ഒരു കുഴപ്പമില്ലല്ലോ. വലിയ ആരോഗ്യത്തോടു കൂടിയാണ് വരുന്നത്, വലിയ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. ആ പൊന്നുമോളുടെ എന്തോ മനസ്സുള്ള വലിയ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെ പെട്ടെന്ന് വന്ന് തൻ്റെ ആവശ്യങ്ങൾ തീർത്ത് ഫാത്തിമ പുറപ്പെടാൻ വേണ്ടി പോകുമ്പോൾ, യാ അല്ലാഹ്, നോക്കൂ ആ വരുന്ന രംഗവും. അവിടെ കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്നാണ് അവിടുന്ന് മരണപ്പെട്ടു പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വേദനിപ്പിച്ച ഒരു മരണം, മുമ്പിൽ വെച്ച് മരണപ്പെടുന്ന രംഗം. എന്തിനാ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിദ്വേഷം, പിണക്കങ്ങൾ, അസൂയ, അഹങ്കാരം? എപ്പോഴാ അസ്തമിക്കുമെന്നറിയില്ല, ഏത് സമയത്തെന്നറിയില്ല. ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പദവി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഒന്നും നമ്മെ രക്ഷപ്പെടുത്തുകയില്ല. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളുണ്ട്, നമ്മുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. നമുക്ക് എല്ലാത്തിനും സേഫ്, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ട്. നമുക്കൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യവുമില്ല. മരണം പിടികൂടുക തന്നെ ചെയ്യും. ഏത് സമയം, ഏത് നിമിഷം എന്നറിയില്ല. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ വെറും കൈയോടുകൂടി പിരിഞ്ഞു പോകേണ്ടി വരും. കണ്ണൂർ പാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു മരണം നടക്കുന്നത്. 19 വയസ്സെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ജീവിതത്തിലേക്ക് വരുന്നതേ ഉള്ള പൊന്നുമോൾ. അതോടൊപ്പം എല്ലാം കഴിഞ്ഞു. എപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണയാണിത്. മരണം എപ്പോഴും വരാം. ആ വന്നാലോ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ല. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. ഒരു അജൽ, ചെറിയ ഒരു അജൽ ചിന്തിക്കണേ അല്ലാഹ് എന്ന് പറയുന്നു. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒരു സെക്കൻഡ് പോലും ചിന്തിക്കുകയില്ല, റൂഹ് അങ്ങോട്ട് തീരും. യാ അല്ലാഹ്, അള്ളാഹു നമ്മുടെ സർവ്വ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള നല്ല മരണം അള്ളാഹു നമ്മേവർക്കും അള്ളാഹു നൽകട്ടെ. എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരു മരണത്തിൻ്റെ ഓർമ്മ വരട്ടെ. എന്നും മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം, മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കണം. ശാശ്വതമായ ജീവിതം അതാണ്. ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ളൊരു വിശ്വാസവും അതിനുവേണ്ടി ഒരുപാട് സമ്പത്തിങ്ങനെ കൂട്ടുക, പാവങ്ങളെ മറന്നുകൊണ്ടുള്ള ജീവിതം, അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് കരുണ ചെയ്യാനുള്ള ഒരു സന്മനസ് പോലും നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് പലരും. ഇത്ര വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഓരോ ആളുകളുണ്ടെന്നറിയോ? എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചിട്ട് 1 രൂപ പോലും കൊടുക്കാൻ മനസ്സ് വരാത്ത, പിശുക്ക് കാണിക്കുന്നവർ എത്ര ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി തീർന്നു, എൻ്റെ എല്ലാം സമ്പത്ത് തീർന്നു. പിന്നെ നിനക്ക് ആ സമ്പത്തെല്ലാം നിനക്കെതിരെ സാക്ഷി നിൽക്കും. ആ സമയത്ത് വിരൽ കടിച്ചിട്ട് ഒരു കാര്യവുമില്ല. രക്ഷപ്പെടണമെങ്കിൽ ഇതാ ഈ സമയം ഉപയോഗപ്പെടുത്തണം. ഈ സമയം നാം ഉപയോഗപ്പെടുത്താതെ വെറുതെ കളയുകയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു നിമിഷം നമുക്കും വരാനുണ്ട്. ഫാത്തിമ, യാ അല്ലാഹ്, അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് ക്ഷമ പ്രദാനം ചെയ്യണമല്ല. ആ വീട്ടിൽ പൊന്നുമോളെ കാത്തു നിൽക്കുകയാണ് മാതാപിതാക്കൾ. മകൾ ഇപ്പോൾ വരും. പെട്ടെന്ന് ഒരു അക്ഷയ സെൻറ്ററിലേക്ക് പോയ മകളാണ്. പെട്ടെന്ന് തിരിച്ചു വരും, ആരോഗ്യത്തോടു കൂടി പോയ മകളാണ്. തിരിച്ചു വരുന്ന കാത്തുകൊണ്ടിരിക്കുന്ന മക്കളെ ആ ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ എത്തുന്നത് ഇപ്പോൾ ഫാത്തിമയല്ല, അവളുടെ മയ്യത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കുഞ്ഞുമോൾക്ക് അല്ലാഹ് എല്ലാം നീ പൊരുത്തു കൊടുക്കണേ റഹ്മാൻ. അല്ലാഹു അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി എന്ത് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് സർവ്വത് മാഫാക്കണേ അല്ലാഹ്. മരിക്കുന്ന നേരം പരിപൂർണ്ണ തൗബ ചെയ്ത് അല്ലാഹുവേ കടങ്ങളൊക്കെ വീട്ടി നല്ലൊരു മരണം അല്ലാഹു നൽകണേ റഹ്മാൻ. പെട്ടെന്നുള്ള മരണങ്ങൾ, പ്രിയപ്പെട്ടവരെ, പെട്ടെന്നുള്ള അപകടങ്ങളൊക്കെ തൊട്ട് അല്ലാഹു എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ബാധ്യതകളുള്ളവരാണ് നമുക്ക്. നമ്മുടെ ബാധ്യതകൾ നമ്മുടെ മക്കളുടെ തലയിലായാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് എല്ലാ പിണക്കങ്ങളും മാറ്റുക, എല്ലാ അസൂയകളും അഹങ്കാരങ്ങളും പിശുക്കുത്തരം എല്ലാം മാറ്റുക. കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നാളെ പരലോകത്തിൽ നമുക്ക് ഉപകരിക്കുന്നത് തന്നെയാണ്. മരിക്കുന്ന നേരം നാം ചൊല്ലുന്ന വാക്കും ഫാസ്വദ്ദക വാക്കും മിനസ്വാൽ. ഒരജൽ പിന്തിക്കുകയാണെങ്കിൽ അല്ലാഹ് ഞാൻ സ്വതക്ക ചെയ്യാമെന്നാണ്. സ്വതക്ക അത്ര വലിയ വിഷയമാണ്. പാവങ്ങളുടെ കരുണയുള്ള ജീവിതം നയിക്കുക.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂള്ള മരണം അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.